ലോകത്ത് ജനസംഖ്യാ പ്രതിസന്ധി അനുഭവിക്കുന്ന അനവധി രാജ്യങ്ങളുണ്ട്. വിശാലമായ ഭൂഭാഗവും എന്നാൽ അതിനനുസരിച്ച് ജനസംഖ്യ ഇല്ലാത്തതുമായ രാഷ്ട്രങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രമാണ് റഷ്യ. മറ്റൊന്ന് കാനഡയാണ്. ഇങ്ങനെ ചില രാജ്യങ്ങളുണ്ട്, വലിപ്പം കൂടുതലും ജനസംഖ്യ ഇല്ലാത്തതുമായ രാജ്യങ്ങൾ. ജനസംഖ്യ വർദ്ധിക്കാൻ വേണ്ടി ആ രാജ്യത്തെ ഭരണാധികാരികൾ അനവധി പരിഷ്കരണങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. കൂടുതൽ പ്രസവിക്കുന്ന സ്ത്രീകൾക്ക് ആനുകൂല്യങ്ങൾ, അങ്ങനെ അനവധി കാര്യങ്ങൾ. എങ്കിലും ജനസംഖ്യ വിചാരിച്ചത്ര ഉയരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ റഷ്യയിൽ പുടിൻ ഗവൺമെൻറ് വിചിത്രമായ ഒരു പ്രഖ്യാപനം കൊണ്ടുവന്നിട്ടുണ്ട്. ഗർഭിണിയാകുന്ന സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പാരിതോഷികം. വിദ്യാർത്ഥിനികൾക്ക് പ്രസവ ചെലവിനും ശിശുപരിപാലനത്തിനുമായി 1,00,000-ലധികം രൂപ പ്രതിഫലമെന്ന പ്രഖ്യാപനമാണ് റഷ്യ നടത്തിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ രാജ്യത്ത് ജനസംഖ്യ കുറഞ്ഞു വരുന്നതിൻ്റെ ഭാഗമായാണ് ഈ നയം കൊണ്ടുവന്നത്. ഇത് റഷ്യയിലെ 10ഓളം പ്രവിശ്യകളിൽ നിലവിൽ വന്നിട്ടുണ്ട്. മാർച്ചിൽ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ജനസംഖ്യാ വർധനവിനായി ഏത് വഴിയും സ്വീകരിക്കാൻ ഒരുക്കമാണെന്ന് പറഞ്ഞിരുന്നു. അന്ന് മുതിർന്ന സ്ത്രീകൾക്കായി പല വാഗ്ദാനങ്ങളും പ്രഖ്യാപിച്ചിരുന്നു. ഈ വാഗ്ദാനങ്ങൾ ഇപ്പോൾ സ്കൂൾ വിദ്യാർത്ഥിനികൾക്കും കൂടി ബാധകമാക്കിയതോടെ കടുത്ത വിമർശനങ്ങളാണ് ഉയർന്നത്. ജനസംഖ്യ കുറഞ്ഞതോടെ ഗർഭഛിദ്രത്തിന് റഷ്യയിൽ കർശനമായ വിലക്കാണുള്ളത്. 2025 ജനുവരി 1 കണക്കനുസരിച്ച് റഷ്യയിൽ 146 ദശലക്ഷം ജനസംഖ്യയുണ്ട്. 2021 സെൻസസിൽ രേഖപ്പെടുത്തിയ 147.1 ദശലക്ഷത്തിൽ നിന്ന് ഇത് കുറഞ്ഞിരിക്കുകയാണ്. യൂറോപ്പിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമാണ് റഷ്യ. ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള 9ാമത്തെ രാജ്യമാണ്. റഷ്യയിൽ ഒരു ചതുരശ്ര കിലോമീറ്ററിന് 8.5 പേർ ജീവിക്കുന്നുണ്ട്. അതായത് 22 പേർ ഒരു ചതുരശ്ര മൈലിൽ എന്നതാണ് അവിടുത്തെ ജനസാന്ദ്രത. 2023 കണക്കനുസരിച്ച് ജനങ്ങളുടെ മൊത്തത്തിലുള്ള ആയുർദൈർഘ്യം 73 വർഷമാണ്. പുരുഷന്മാർക്ക് 68 വർഷവും സ്ത്രീകൾക്ക് 79 വർഷവുമാണ്. 2024 കണക്കനുസരിച്ച് റഷ്യയിൽ ഉടനീളമുള്ള മൊത്തം ഫെർട്ടിലിറ്റി നിരക്ക് ഒരു സ്ത്രീക്ക് 1.41 കുട്ടികളായി കണക്കാക്കപ്പെടുന്നു. ഇത് 2.1 എന്ന ലക്ഷ്യത്തെക്കാൾ താഴെയും യൂറോപ്യൻ ശരാശരിക്ക് അനുസൃതവുമാണ്. ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ ജനസംഖ്യകളിൽ ഒന്നാണിത്. ശരാശരി പ്രായം 41.9 വയസ്സ്. റോസ്റ്റാറ്റിൽ നിന്നുള്ള പ്രസിദ്ധീകരിച്ച ഡേറ്റ പ്രകാരം 2024 അവസാനത്തോടെ റഷ്യൻ ജനസംഖ്യയുടെ സ്വാഭാവിക ഇടിവ് 5,96,000 ആളുകളായി. 2023 അവസാനവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സൂചകം 20.4% വർദ്ധിച്ചു. 2016 മുതൽ റഷ്യയുടെ മരണനിരക്ക് ജനനനിരക്കിനെ മറികടന്നു. ഇതിനെ വിശകലന വിദഗ്ധർ ജനസംഖ്യാ പ്രതിസന്ധി എന്ന് വിളിക്കുന്നു. 2009 15 വർഷത്തിനിടെ ആദ്യമായി റഷ്യ വാർഷിക ജനസംഖ്യ വളർച്ച രേഖപ്പെടുത്തി. 2010 മധ്യത്തിൽ മരണനിരക്ക് കുറയൽ, ജനനനിരക്ക് വർദ്ധിക്കൽ, കുടിയേറ്റം വർദ്ധിക്കൽ എന്നിവ കാരണം റഷ്യയിൽ ജനസംഖ്യ വളർച്ച വർദ്ധിച്ചു. 2020 2021 ഇടയിൽ ഉക്രൈനിലെ റഷ്യൻ അധിനിവേശത്തിന് മുമ്പ് COVID-19 പാൻഡമിക്കിൽ നിന്നുള്ള അധിക മരണങ്ങൾ കാരണം റഷ്യയുടെ ജനസംഖ്യ ഒരു സമാധാനകാലത്ത് രേഖപ്പെടുത്തിയ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇടിവിന് വിധേയമായി. റഷ്യ ഒരു ബഹുതര രാഷ്ട്രമാണ്. രാജ്യവ്യാപകമായി 193-ലധികം വംശീയ വിഭാഗങ്ങൾ ജീവിക്കുന്നു. 2021 സെൻസസിൽ ജനസംഖ്യയുടെ ഏകദേശം 72% റഷ്യക്കാരും ജനസംഖ്യയുടെ ഏകദേശം 19% വംശീയ ന്യൂനപക്ഷങ്ങളുമായിരുന്നു. ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് റഷ്യയുടെ കുടിയേറ്റ ജനസംഖ്യ ലോകത്തിലെ 3ാമത്തെ വലിയ ജനസംഖ്യയാണ്. 11.6 ദശലക്ഷത്തിലധികം വരും. അവരിൽ ഭൂരിഭാഗവും സോവിയറ്റിന് ശേഷമുള്ള മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. എന്നാൽ സ്കൂൾ വിദ്യാർത്ഥികൾ പ്രസവിച്ചാൽ പാരിതോഷികമെന്ന പുടിൻ്റെ പുതിയ നയം. റഷ്യൻ പബ്ലിക് ഒപ്പീനിയൻ റിസർച്ച് സെൻറ്റർ നടത്തിയ ഒരു സർവേ പ്രകാരം 43% റഷ്യക്കാർ ഈ നയത്തെ പിന്തുണയ്ക്കുന്നുമുണ്ട്. അതേസമയം 40% പേർ പദ്ധതിയെ എതിർക്കുന്നു. എന്നാൽ സ്കൂളിലോ കോളേജിലോ പഠിക്കുന്നുണ്ടെങ്കിലും നിയമപരമായി പ്രായപൂർത്തിയായ പെൺകുട്ടികൾക്ക് മാത്രമേ ഇത് ബാധകമാകൂ എന്നൊരു കാര്യവും കൂടിയുണ്ട്. ക്യാഷ് ബോണസ്, മാതൃ ആനുകൂല്യങ്ങൾ തുടങ്ങിയ പ്രോത്സാഹനങ്ങളിലൂടെ പ്രസവത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രൊനാറ്റലിസം
എന്ന ചട്ടക്കൂടിന് കീഴിലാണ് ഈ നയം വരുന്നത്. ഇത് ഒരുപക്ഷെ റഷ്യയിൽ മാത്രമല്ല ഇത്തരം നിയമങ്ങൾ നിലവിലുള്ളത് എന്നുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് സ്ത്രീകൾ പ്രസവിക്കുന്നതിന് $5,000 പ്രോത്സാഹനം നിർദ്ദേശിച്ചിരുന്നു. പ്രസിഡന്റായി അധികാരമേറ്റ ആദ്യ മാസങ്ങളിൽ തന്നെ റഷ്യയുടെ ജനസംഖ്യാ പ്രശ്നങ്ങളെക്കുറിച്ച് പുടിൻ ഇടയ്ക്കിടെ സംസാരിച്ചിട്ടുണ്ട്. ഈ സാഹചര്യം പരിഹരിക്കുന്നതിനായി ഉയർന്ന നിലവാരമുള്ള ചില പദ്ധതികൾക്കായി കോടിക്കണക്കിന് റൂബിളുകൾ ചെലവഴിച്ചിട്ടും ജനസംഖ്യയുടെ കുറവ് തുടരുന്നു. അടുത്ത 2 ദശകങ്ങളിൽ റഷ്യയുടെ ജനസംഖ്യ സ്ഥിതി മെച്ചപ്പെടില്ലെന്ന ധാരണയെ സാധൂകരിക്കുന്നതാണ് നിലവിലെ സാഹചര്യങ്ങൾ. രണ്ടാം ലോക മഹായുദ്ധത്തിൽ എന്ന പോലെ 90കളിൽ റഷ്യയുടെ നീണ്ടുനിൽക്കുന്ന പരിവർത്തനത്തിൽ നിന്നുള്ള ആരോഗ്യം, ജനനനിരക്ക്, ആയുർദൈർഘ്യം എന്നിവയുൾപ്പെടെ ഉക്രൈനെതിരായ റഷ്യൻ യുദ്ധത്തിൻ്റെ ജനസംഖ്യാപരമായ അനന്തരഫലങ്ങൾ തലമുറകളോളം പ്രതിഫലിക്കും. 21ാം നൂറ്റാണ്ടിൻ്റെ ശേഷിക്കുന്ന കാലയളവിൽ റഷ്യയുടെ ജനസംഖ്യ കുറയും. കൂടാതെ റഷ്യക്കാർ ജനസംഖ്യയുടെ ഒരു ചെറിയ അനുപാതമായിരിക്കും. പുടിൻ അനുകൂലിക്കുന്ന പരമ്പരാഗത കുടുംബ മൂല്യങ്ങൾ സ്വീകരിക്കുന്ന വംശീയ മതവിഭാഗങ്ങൾ പ്രധാനമായും റഷ്യക്കാരല്ലാത്തവരാണ് എന്നതാണ് ശ്രദ്ധിക്കപ്പെടേണ്ടത്. ഐക്യരാഷ്ട്രസഭ പ്രവചിക്കുന്നത് 2100 റഷ്യയുടെ ജനസംഖ്യ നിലവിലെ 146 ദശലക്ഷവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 74 ദശലക്ഷത്തിനും 112 ദശലക്ഷത്തിനും ഇടയിലായിരിക്കും. 2100 ആകുമ്പോഴേക്കും ലോക ജനസംഖ്യയുടെ 20% കുറയുമെന്നാണ് UN ഏറ്റവും പുതിയ പ്രവചനങ്ങൾ. റഷ്യയുടെ കണക്കനുസരിച്ച് 25 മുതൽ 50% വരെ കുറവുണ്ടാകുമെന്നാണ്. ഉക്രൈനെതിരായ പുടിൻ്റെ യുദ്ധം ജനസംഖ്യാ വളർച്ചയുടെ എല്ലാ സാധ്യതകളെയും ദുർബലപ്പെടുത്തുകയാണ് എന്നതാണ് സത്യം. പുടിൻ പ്രസിഡന്റായതിനു ശേഷം ജനസംഖ്യാ നയത്തിൽ 4 പ്രധാന വ്യതിയാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആദ്യത്തേത് 2006 നിലവിൽ വന്നു. ജനസംഖ്യാശാസ്ത്രത്തെക്കുറിച്ചുള്ള പുടിൻ്റെ വാചോടോപം ഒടുവിൽ നിർദ്ദിഷ്ട നയങ്ങളിൽ കലാശിച്ചു. ജനസംഖ്യാശാസ്ത്രം അക്കാലത്ത് അദ്ദേഹം ആരംഭിച്ച ആദ്യത്തെ 4 ദേശീയ പദ്ധതികളിൽ ഒന്നായിരുന്നു. 2014 റഷ്യ ക്രിമിയ പിടിച്ചടക്കിയതിനെ തുടർന്നാണ് രണ്ടാമത്തെ പ്രധാന മാറ്റമുണ്ടായത്. ഉക്രൈൻ, മോൾഡോവ, മറ്റു മുൻ സോവിയറ്റ് റിപ്പബ്ലിക്കുകൾ എന്നിവിടങ്ങളിലെ ആക്രമണങ്ങളോടുള്ള പ്രതികരണം റഷ്യയ്ക്ക് തൊഴിലാളികൾ നൽകുന്ന രാജ്യങ്ങളുടെ എണ്ണം കുറച്ചു. 2024 മാർച്ചിൽ മോസ്കോയ്ക്കടുത്തുള്ള ക്രോക്കസ് സിറ്റി ഹാൾ ഭീകരാക്രമണമായിരുന്നു മൂന്നാമത്തെ പ്രധാന നിമിഷം. 2023 റഷ്യയിലേക്കുള്ള കുടിയേറ്റക്കാരിൽ പകുതിയും താജിക്കുകാരായിരുന്നു. എന്നാൽ ക്രോക്കസ് ആക്രമണത്തിന് ശേഷം അത് രാഷ്ട്രീയമായി പ്രശ്നമായി മാറിയിരിക്കുന്നു. 2024 മെയ് മാസത്തിൽ ഒരു പുതിയ സർക്കാർ രൂപീകരണത്തോടൊപ്പം ഏറ്റവും പുതിയ നയമാറ്റങ്ങളും ഉണ്ടായി. റഷ്യയുടെ പുതിയ ജനസംഖ്യ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാൻ തുടങ്ങുന്ന ഒരു ദീർഘകാല സമീപനം പ്രാരംഭ റിപ്പോർട്ടുകൾ വാഗ്ദാനം ചെയ്യുന്നു. ഇത് വളരെ വൈകിയാണ് വരുന്നത്. നിർദ്ദേശിച്ച നടപടികൾ പുതിയ പരിഹാരങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുമില്ല. 20ാം നൂറ്റാണ്ടിൽ സോവിയറ്റ് യൂണിയൻ ഒന്നിലധികം ജനസംഖ്യാപരമായ ആഘാതങ്ങൾ അനുഭവിച്ചു. ജോസഫ് സ്റ്റാലിൻ്റെ മരണശേഷം വീണ്ടെടുക്കൽ അസാധ്യമാണെന്ന് തോന്നി. എന്നിരുന്നാലും 1960കളോടെ റഷ്യയുടെ ഉയർന്ന ശിശുമരണ നിരക്കും കുറഞ്ഞ മുതിർന്നവരുടെ ആയുർദൈർഘ്യവും മിക്ക ഉയർന്ന വ്യാവസായിക രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ കുറവായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തെ തുടർന്നുണ്ടായ ജനസംഖ്യാഘാതം പതിറ്റാണ്ടുകളായി പ്രതിധ്വനിച്ചു. 1986-87 കാലഘട്ടത്തിൽ സോവിയറ്റ് നേതാവ് മിഖായിൽ ഗർബച്ചോവിൻ്റെ മധ്യവിരുദ്ധ പ്രചാരണം ആയുർദൈർഘ്യത്തിൽ ഒരു ചെറിയ പുരോഗതി സൃഷ്ടിച്ചു. പക്ഷേ ഇത് ചലനാത്മകത മാറ്റാൻ പര്യാപ്തമായിരുന്നില്ല. ഒരു രാജ്യത്തിൻ്റെ ഭാവിക്ക് ഏറ്റവും ഗുരുതരമായ ഭീഷണികളിലൊന്നാണ് ജനസംഖ്യാശാസ്ത്രം എന്ന് പ്രഖ്യാപിച്ച ഒരു നേതാവ് 2014 മുമ്പ് തൊഴിൽ സ്രോതസ്സായി നിലനിന്നിരുന്ന ഒരു അയൽ രാജ്യത്തിനെതിരെ പ്രകോപനപരമായി യുദ്ധം ആരംഭിക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്കൊരിക്കലും ഇതിന് ഉത്തരം നൽകാൻ കഴിഞ്ഞേക്കില്ല. പുടിൻ ഒരു ഭയാനകമായ പ്രതിസന്ധിയെ മഹാദുരന്തമാക്കി മാറ്റിയിരിക്കുന്നുവെന്ന് നമുക്ക് നിഗമനം ചെയ്യാം. പുടിൻ്റെ നയങ്ങൾക്ക് ഈ ജനസംഖ്യാ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ല. 4 നൂറ്റാണ്ടായി റഷ്യയുടെ ഭയാനകമായ ജനസംഖ്യ കുറവ് സാഹചര്യത്തിൻ്റെ പ്രാധാന്യം അദ്ദേഹം ആവർത്തിച്ചു വരികയാണ്. ജനസംഖ്യാ ഡേറ്റ കൈകാര്യം ചെയ്യുന്നതിനോടൊപ്പം അധിനിവേശ ഉക്രൈനിയൻ പ്രദേശങ്ങളിലെ ആളുകളെ റഷ്യയിലെ ജനസംഖ്യയിലേക്ക് ചേർക്കുന്നതും യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം സെൻസസിൽ നിന്ന് ഒഴിവാക്കുന്നതും സുസ്ഥിരമായ ജനസംഖ്യാ വളർച്ചയ്ക്ക് കാരണമാകില്ല. സമ്പദ് വ്യവസ്ഥയുടെ മിക്കവാറും എല്ലാ മേഖലകളിലും ഗുരുതരമായ തൊഴിൽ ക്ഷാമം റിപ്പോർട്ട് ചെയ്യുന്ന തൊഴിലുടമകളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ തന്ത്രങ്ങൾക്ക് കഴിയില്ല. ആഴ്ചയിൽ 60 മുതൽ 70 മണിക്കൂർ വരെ തൊഴിലാളികളെ ജോലി ചെയ്യാൻ നിർബന്ധിച്ചുകൊണ്ട് റഷ്യയുടെ പ്രതിരോധ വ്യവസായം 3 ഷിഫ്റ്റുകൾ പ്രവർത്തിപ്പിക്കുന്നു. ഈ നടപടികളുടെ സുസ്ഥിരതയും ഗുണനിലവാരത്തിലുള്ള സ്വാധീനവും കാര്യമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു.
യുദ്ധശ്രമത്തിന് ധനസഹായം നൽകുന്നതിന് തൊഴിലാളികൾ സ്വമേധയാ സംഭാവന നൽകാൻ നിർബന്ധിതരാകുമ്പോൾ സാമ്പത്തിക പ്രോത്സാഹനങ്ങൾ ദുർബലപ്പെടുകയാണ്. യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരെയും കുടിയേറ്റക്കാരെയും മാറ്റി സ്ഥാപിക്കുന്നതിനായി ഇന്ത്യ, പാകിസ്ഥാൻ, ഉത്തര കൊറിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളെ ആകർഷിക്കാൻ കസാഖിസ്ഥാനിലെ ലേബർ ബ്രോക്കർമാർ എല്ലാ വർഷവും ആയിരക്കണക്കിന് തൊഴിലാളികളെ കണ്ടെയ്നറുകളിൽ ബംഗ്ലാദേശിൽ നിന്ന് ആ രാജ്യത്തേക്ക് കടത്തുന്നുണ്ടെന്ന് ഒരു സംരംഭകൻ അഭിപ്രായപ്പെട്ടു. നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ റഷ്യയുടെ ജനസംഖ്യ പകുതിയായി കുറയുമെന്ന പുടിൻ്റെ ആശങ്ക സർക്കാർ പ്രകടിപ്പിച്ചിട്ടില്ല. റഷ്യയുടെ നേതാക്കൾക്ക് കൂടുതൽ ഫലപ്രദമായ ഒരു കൂട്ടം നയങ്ങൾ വികസിപ്പിക്കാനും ധനസഹായം നൽകാനും കഴിയുന്നില്ലെങ്കിൽ ജനസംഖ്യാ കുറവിനുള്ള ഏക പരിഹാരം റഷ്യയ്ക്ക് പുറത്തുള്ള പ്രദേശങ്ങളും അല്ലെങ്കിൽ ഏഷ്യയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നുമുള്ള കുടിയേറ്റവും സംയോജിപ്പിക്കുക എന്നതായിരിക്കും. ഒരു വലിയ ജനസംഖ്യാ വെല്ലുവിളി നേരിടുമ്പോൾ ഉക്രൈനെ ആക്രമിക്കുന്നത് ക്രെംലിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മണ്ടത്തരമായി തോന്നുന്നു. അത്ഭുതകരമായ ഒരു ഇൻ്റലിജൻസ് പരാജയത്തെ അടിസ്ഥാനമാക്കിയുള്ള അഹങ്കാരം തെറ്റായ കണക്കുകൂട്ടലിന് കാരണമായേക്കാം. റഷ്യയുടെ സാമ്പത്തിക ജനസംഖ്യാ വെല്ലുവിളികൾ കാരണം വരും ദശകങ്ങളിൽ രാജ്യം കൂടുതൽ മോശമായ അവസ്ഥയാകുമെന്ന് പുടിൻ മനസ്സിലാക്കിയിരിക്കാം എന്നതാണ് മറ്റൊരു വിശദീകരണം. റഷ്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ എല്ലാ കോണുകളിലും ഉദ്യോഗസ്ഥരുടെ ക്ഷാമം അനുഭവപ്പെടുന്നു. അതേസമയം യുദ്ധത്തിൽ മരിച്ചവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു.